ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു യോലോ. ഞാനതാ ജോലിക്കൊക്കെ പോകാൻ റെഡിയായി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, നിനക്കൊന്നും വേറൊരു പണിയില്ലേ? സമയം അതാ രാവിലെ 7:45 ഉള്ളൂ. ഞാനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാണ്. കോട്ടും ടാഗൊക്കെ ഓഫീസിൽ പോയിട്ട് ഇടൂ. അപ്പം പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാ ദിവസവും ഇരുന്ന് ഏതെങ്കിലും മൂലയ്ക്കൊക്കെ നിന്നെടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നടന്നിട്ടാവാം വീഡിയോ. റീസെൻ്റ്ലി സീമ വിനീത് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഇട്ടൊരു പോസ്റ്റ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അത് ഭയങ്കര വിവാദമായിരുന്നു. കുറേ പേര് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ നടത്തി, ഒരു ഡിബേറ്റ് നടത്തി. കുറേ ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ യൂട്യൂബ് പേജിൽ വന്ന് സംസാരിച്ചു, ഇൻ്റർവ്യൂസ് പോയി, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ പോസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് വ്യക്തമായി വായിക്കാം. സീമ വിനീത് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേജിൽ വന്നിട്ടുള്ള പോസ്റ്റാണിത്. ഒരു പെണ്ണിൻ്റെ ജീവിതം തുലച്ച് കല്യാണവും കഴിച്ച് കുട്ടിയെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം. ഒരു പെണ്ണിൻ്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ്. അത്തരം ആളുകളോട് തീർച്ചയായും വിയോജിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് പോസ്റ്റ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ആദ്യം തന്നെ ജാസി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഭയങ്കര പൊങ്കാലയായിരുന്നു. റീസൺ ഇതാണ്, ഞാനിട്ട തംബ്നെയിൽ മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട്. തംബ്നെയിൽ മാച്ച് അല്ലാത്ത എത്രയോ ടോപ്പിക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയത്തിൽ വരുമ്പം ഒന്ന് അതിൽ കയറി ചൊറിയാനും മാന്താനൊക്കെ പ്രത്യേക ഒരു താല്പര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് നിങ്ങളെടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മിക്ക ആൾക്കാരുടെ തംബ്നെയിലിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. നേരത്തെ അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ജാസിൻ്റെ വിഷയത്തിന് എനിക്ക് ഇപ്പോഴും നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇഫ് യു ആർ ആസ്കിങ് എന്താണ് എൻ്റെ ഒരു ഒപ്പീനിയൻ റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ കൺവേ ചെയ്ത ഒരേ ഒരു സാധനമാണ്. കാരണം ഈ ജെൻഡർ അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇത്രയും കാലം കണ്ടതിൽ വ്യത്യാസമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പം ജനങ്ങളുടെ കുരുപൊട്ടും എന്ന് പറയുന്നത് ഇസ് എ കോമൺ തിങ്. കാരണം ആണ് പെണ്ണ് മാത്രമായിരുന്ന ഒരു ലോകത്ത് പെട്ടെന്ന് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കത് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നില്ല. ഇപ്പോൾ സോ കോൾഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും 100% ഒന്നും ആരും ഈ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവകാശം, റൈറ്റ്സ്, നിയമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാവരും ഉള്ളിൽ കടിച്ചു പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ മനസ്സുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ഇവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇവരിൽ വരുന്ന തെറ്റുകൾ കണ്ടുപിടിക്കാനും അതിനെ നന്നായിട്ട് ഒന്ന് പ്രശ്നത്തിലോട്ട് കൊണ്ടുവന്ന് ഇവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതാണ് ദ സോ കോൾ തിങ്. കാരണം ഒരാണായ ട്രാൻസ്ജെൻഡറോട് നീ എന്തിനാ പെണ്ണായി മാറുന്നേ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്ന ഒരു റീസൺ, എനിക്ക് ആണായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ പെണ്ണിനോട് നീ എന്താണാവുന്നേ ചോദിക്കുമ്പം എൻ്റെ ജെൻഡർ ഇതാണ്, എൻ്റെ സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആണെങ്കിലും എൻ്റെ സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആണെങ്കിലും എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, എനിക്ക് പെണ്ണായിട്ടേ പറ്റൂ, എനിക്ക് ആണായിട്ടേ പറ്റൂ എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ അഭിപ്രായത്തിൽ നിലനിൽക്കുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരാളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ദ ഹോൾ കമ്മ്യൂണിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഇതിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നല്ല, നമ്മൾ ഈ സാധാരണ പെൺകുട്ടികളിലുണ്ട്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മുടിയൊക്കെ നല്ല നീളമുള്ള ഒരാളാണ്. അപ്പം പഴയ ജനറേഷനിലുള്ള ആൾക്കാർ ഒരു ബോബ് കട്ട് ചെയ്ത ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, എന്താ ഫസ്റ്റ് പറയുക, നീ എന്താ ആണായി നടക്കാൻ ശ്രമിക്കുകയാണോ? ഇതാണ് ചോദ്യം വരിക. ഇത് നിങ്ങളിൽ മാത്രമല്ല, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അപ്പം ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ, പെണ്ണാവണം അല്ലെ ആണാവണം എന്ന് പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാർ വേറൊരു കല്യാണം കഴിച്ച് അതിൽ കുട്ടി ഉണ്ടാവാണ്ട് നിൽക്കാം. ഉണ്ടായ സിറ്റുവേഷൻസും ഉണ്ട്, ഉണ്ടാവാത്ത സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങൾക്ക് പെണ്ണാവാനേ പറ്റൂ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെന്ന് വേറൊരു പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊരു ചോദ്യം ചെയ്യും. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ ഇവിടെ എന്താ ബേസിക്കായിട്ട് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, സാഹചര്യം. ഇന്നാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഭയങ്കര അക്സെപ്റ്റഡ് ആയത്. കാരണം അവർ നേരെ ഇറങ്ങി വരാനും സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും
ഒക്കെ വന്നത്. ഇന്നിപ്പോൾ ഒരു ലേഡി സാരി ചുറ്റി നടക്കുന്നത് കണ്ടാൽ അത് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് പബ്ലിക്കിന് അറിയാം. ഇതൊന്നും ഇല്ലാത്തൊരു കാലം അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ ഫ്രീഡം ഇല്ലാത്തൊരു ടൈമിൽ കുറേ ആൾക്കാർ അവൻ്റെ ജെൻഡറും സെക്ഷുവാലിറ്റിയും ഒക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വിക്ടിംസ് ഉണ്ടായിട്ടുണ്ട്. അതാണിത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പണ്ട് കുറേ കൊല്ലം മുമ്പ് അവൻ പെണ്ണായും തോന്നി, പക്ഷെ അങ്ങനത്തെ കമ്മ്യൂണിറ്റീനെ കാണുന്നില്ല, അങ്ങനത്തെ ആൾക്കാരെ കാണുന്നില്ല, വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പോലും അറിയാണ്ട് നിൽക്കുന്നൊരു കാലത്ത് ചിലപ്പോൾ വീട്ടുകാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനായിരിക്കും ഒരു കല്യാണം കഴിക്കുക, എന്നാൽ എല്ലാം അങ്ങ് റെഡിയാവും, വേറെ വിഷയങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് വിശ്വസിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ നടന്നൂടെ? ഇപ്പോഴും എത്രയോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സ്വന്തം ജെൻഡർ മറച്ചു പിടിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഒരിക്കലും നോർമലൈസ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സാഹചര്യം ആയിരിക്കില്ല ഓപ്പോസിറ്റുള്ളൊരു വ്യക്തിക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ ഇപ്പം പുറത്തിറങ്ങി വരാനും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ പറ്റാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ ഈ സാഹചര്യത്തിൻ്റെ പേരിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ യു വിൽ ബി ആസ്കിങ് വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജെൻഡർ ആർ ഫ്ലൂയിഡ്. അതിങ്ങനെ പല കാര്യങ്ങളും വരും. നമ്മൾ അതിലോട്ട് കയറി ഇടപെടാണ്ട് നിൽക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. ഇത്രത്തോളം നെഗറ്റീവും ഹെയ്റ്റും സ്പ്രെഡും ഒക്കെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വന്നത്, അല്ലാണ്ട് സാധാരണ ഒരു മനുഷ്യന്മാരോ അവരോ കയറിയിട്ടല്ല സംസാരിച്ചത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് നിങ്ങളോട് റോങ് ആവുന്നത്. സോ വാട്ട് ഇറ്റ് മീൻസ്, സോ ഒന്നും നോർമലൈസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ചിലപ്പോൾ ആരും സഹിച്ച് നിൽക്കുകയൊന്നുമില്ല. ഇന്ന് എല്ലാവരും കം ഔട്ട് ചെയ്യും. ചെറിയ പ്രായമുള്ള ആൾക്കാർ വരെ പുറത്ത് വന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ടൈമാണിത്. പക്ഷെ അന്നതായിരുന്നില്ല, അതിൻ്റെ പുറത്ത് വന്നിട്ടുള്ളതാണ്. അത് വെച്ച് നമ്മൾ ഒരാളെ കൊമാളിയാക്കാൻ നിൽക്കരുത് എന്ന്, അല്ലെങ്കിൽ ഒരു പുച്ഛിക്കാൻ നിൽക്കരുത് എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ താഴെ എന്തൊക്കെ പൊങ്കാല വരുന്നത് കണ്ടറിയാം. സോ ഗൈസ്, എന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ പണിയില്ലാത്ത ഞാൻ പണിക്ക് പോട്ടെ.